ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഒരു ജീന് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അറിയണം, ആ ക്രോസ് എങ്ങനെയാണെന്ന് അറിയണം, പിന്നെ കുറേ എക്സാമ്പിൾസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാനുണ്ട്, അത് ബേസ് ചെയ്ത ലോസും പഠിക്കാനുണ്ട്. മോണോഹൈബ്രിഡ് ക്രോസ്, എ ക്രോസ് ഇൻവോൾവിംഗ് ടു പ്ലാന്റ്സ് ഡിഫറിങ് ഇൻ വൺ പെയർ ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ജോഡി ക്യാരക്ടേഴ്സ്, ഒരു ജോഡി, അതെങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്? കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്, ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗാർഡൻ പീ പ്ലാന്റിൻ്റെ ഹൈറ്റിനെ കുറിച്ച് പഠിച്ചു. അതിൽ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ടോൾ, ഒന്ന് ഡ്വാഫ്. അപ്പം അങ്ങനെ ഒരു ജോഡി ക്യാരക്ടേഴ്സ്, 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ക്രോസ്, ദാറ്റ് ഈസ് ഒരു ചെടി ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കും വേറൊരു ചെടി. സെയിം സ്പീഷീസ് ആണ്. ഗാർഡൻ പീയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ഗാർഡൻ പീ പ്ലാന്റിൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ മറ്റൊരു ഗാർഡൻ പീ പ്ലാന്റിൽ ഹൈറ്റ് കുറവായിരിക്കും. അപ്പം ഇങ്ങനത്തെ 2 ചെടികൾ തമ്മിൽ നടത്തുന്ന ക്രോസ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് ഇൻവോൾവിംഗ് 2 പ്ലാന്റ്സ് ഡിഫറിങ് ഇൻ വൺ പെയർ ഓഫ് ക്യാരക്ടർ. ക്രോസിംഗ് ഓഫ് ടോൾ ആൻഡ് ഡ്വാഫ് പീ പ്ലാന്റ് ബൈ മെൻഡൽ, അതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കണം കേട്ടോ. ഡ്വാഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെടി, പൊക്കമില്ലാത്ത ചെടി. ടു സ്റ്റഡി ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, മെൻഡൽ ക്രോസ്ഡ് ടോൾ ആൻഡ് ഡ്വാഫ് പീ പ്ലാന്റ്സ്. അപ്പോൾ ഒരു ജീൻ്റെ ഇൻഹെറിറ്റൻസ് പഠിക്കാൻ മെൻഡൽ ചെയ്തത് ടോൾ ആൻഡ് ഡ്വാഫ് പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്തു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അച്ഛനമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ്. ദ സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ക്രോസ് ആർ കളക്റ്റഡ് ആൻഡ് ഗ്രൂ. അപ്പോൾ തീർച്ചയായിട്ടും ക്രോസ് പോളിനേഷൻ നടത്തിയപ്പോൾ ഒരു കായ ഉണ്ടായി അല്ലേ, പൂവുണ്ടായി, പിന്നെ കായ ഉണ്ടായി, വിത്തുണ്ടായി. ആ വിത്തിനെ വീണ്ടും വളർത്തി, കണ്ടോ, കളക്റ്റഡ് ആൻഡ് ഗ്രൂ, വീണ്ടും വളർത്തി ചെടിയാക്കി. അപ്പോൾ ആ ചെടികളുണ്ടായത്, ആ വിത്തിൽ നിന്ന് ഉണ്ടായ ആ ചെടികൾ, അതാണ് ഹൈബ്രിഡ് ജനറേഷൻ. കാരണം ക്രോസ് പോളിനേഷൻ വഴി ഉണ്ടായ ചെടികളാണിത്. അതാണ് ഹൈബ്രിഡ്, പുതിയ ചെടികൾ. ഓക്കെ, കാരണം ഒരേ ചെടിയിൽ നിന്ന് ഉണ്ടായതല്ല, ക്രോസ് പോളിനേഷൻ ചെയ്ത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികൾ തമ്മിൽ ക്രോസ് ചെയ്തു, ക്രോസ് പോളിനേഷൻ. ഫിലിയൽ 1 പ്രോജനി ഓർ ദ F1 ജനറേഷൻ, ഇതാണ് ആദ്യമായിട്ടുണ്ടായ ഹൈബ്രിഡ് ജനറേഷൻ. ഓക്കെ, ആദ്യമായിട്ടുണ്ടാക്കുന്ന ഹൈബ്രിഡ് ജനറേഷനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ, അല്ലെങ്കിൽ F1 ജനറേഷൻ, അല്ലെങ്കിൽ F1 പ്രോജനി എന്ന് പറയും, അല്ലെങ്കിൽ ഫിലിയൽ 1 പ്രോജനി. ആ എഫ് സാധാരണ ഷോർട്ട് ഫോമാണ് യൂസ് ചെയ്യുക, ഫുൾ ഫോം യൂസ് ചെയ്യാറില്ല. ആ എഫിൻ്റെ ഫുൾ ഫോമാണ് ഫിലിയൽ. മെൻഡൽ ഒബ്സർവ് ദാറ്റ് ഓൾ ദ F1 പ്രോജനി പ്ലാന്റ്സ് വെർ ടോൾ. ആദ്യമായിട്ടുണ്ടാക്കിയ എല്ലാ ചെടികളും പൊക്കം കൂടുതലായിരുന്നു, ടോളായിരുന്നു. ഡ്വാഫ് പ്ലാന്റ്സേ ഉണ്ടായിരുന്നില്ല, ചെറിയ ചെടികളേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, സൈഡിലെ ഡയഗ്രാം നോക്കുക, ക്രോസ്. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിൻ്റെ ഡിനോഷൻസ് വഴിയാണ് നമ്മളൊരു ക്രോസിനെ റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പം അത് ചെയ്തു പഠിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം ഏതാണ് ചെയ്തു പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നോക്കുക, പാരൻ്റൽ എന്ന് പറഞ്ഞ് കാണിക്കണ്ടല്ലേ, ഒന്നും അച്ഛനാണെങ്കിൽ ഒന്ന് അമ്മയാണ്, ദാറ്റ് ഈസ് ഒന്ന് മെയിൽ പാരൻറ്റ്, ഒന്ന് ഫീമെയിൽ പാരൻറ്റ്. ടോൾ പ്ലാന്റ് ഒന്ന് ഡോഫ് പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്തു, F1 ജനറേഷൻ ഉണ്ടായി, രണ്ടും ടോൾ. കണ്ടോ, ഡോഫ് ചെടികളേ ഇല്ല. അപ്പം നോക്കൂ, F1 ജനറേഷൻ പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്തു. ഇത് സെൽഫിങ് ആണ് കേട്ടോ, സെൽഫ് ക്രോസ് ചെയ്തു. സെൽഫ് ക്രോസ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ടൈപ്പാണ് അല്ലേ, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഇല്ല, ഡോഫ് പ്ലാന്റ്സ് ഒന്നുമില്ല, എല്ലാം ടോൾ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ടോൾ പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്യണം.
അതുകൊണ്ടാണ് അതിനെ സെൽഫ് ക്രോസ് എന്ന് തന്നെ പറയുന്നത്. കാരണം ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തമ്മിലല്ല. ഓക്കെ, അപ്പോൾ സെൽഫ് ക്രോസ്, സെൽഫിങ് ചെയ്തു. കാരണം 2 പാരൻസും ടോളാണ്. അപ്പോൾ എന്താ കിട്ടിയത്? F2 ജനറേഷൻ, സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ എന്താ കിട്ടിയത്? 3 ടോളും 1 ഡ്വാഫ് പ്ലാന്റും കിട്ടി. കണ്ടോ? ഫസ്റ്റ് ജനറേഷന് ഡ്വാഫേ വന്നില്ല. സെക്കൻഡ് ജനറേഷൻ നോക്കൂ, 1 ഡ്വാഫ് പ്ലാന്റ് വന്നു. ഈ ക്രോസാണ് ഇനി നമ്മൾ ഇനി സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് നമ്മൾ ചിത്രം വരച്ചിട്ടാണ് ഇപ്പോൾ കണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടി. Mendel self-pollinated the tall F1 plants and F2 generation is produced. കണ്ടോ? F1 ജനറേഷനിലുണ്ടായ ടോൾ പ്ലാന്റ്സ് തമ്മിൽ സെൽഫ് ക്രോസ് ചെയ്ത് എന്ത് ചെയ്തു? F2 ജനറേഷൻ ഉണ്ടാക്കി. F2 ജനറേഷനിൽ എന്താ കിട്ടിയത്? In the F2 generation he got 3 tall plants and 1 dwarf plant. അതേ റേഷ്യോ എങ്ങനെ എഴുതുക? 3:1. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ എങ്ങനെ കണക്കാക്കുക? 75% ടോളും ബാക്കി 25% മാത്രമേ ഡ്വാഫ് കിട്ടിയുള്ളൂ. ഹി ഗോട്ട് സിമിലർ റിസൾട്ട്സ് വിത്ത് അതർ ട്രേറ്റ്സ് ഓൾസോ. അപ്പോൾ വേറെ ചില സ്വഭാവങ്ങളും ക്യാരക്ടേഴ്സ് ഇതേമാതിരി സെലക്ട് ചെയ്തപ്പോൾ സെയിം റിസൾട്ടാണ് വന്നത്. The character in the F1 and F2 generation did not show any blending. അതായത് മിക്സിങ് ഒന്നും വന്നില്ല. കാരണം അതായത് മീഡിയം ഹൈറ്റൊന്നും വന്നില്ല. അല്ലെങ്കിൽ ഈ ഡ്വാഫിനെക്കാട്ടിലും ചെറുതോ അല്ലെങ്കിൽ ഹൈറ്റിനെക്കാട്ടും ഒരുപാട് ഹൈറ്റ് ഉള്ളതോ അങ്ങനെയൊന്നും വന്നില്ല. അച്ഛനമ്മമാരിൽ എന്താണോ ക്യാരക്ടേഴ്സ് കാണിച്ചത് അത് തന്നെ അങ്ങനെ തന്നെ വന്നു. മിക്സിങ് ക്യാരക്ടേഴ്സ് ഒന്നും വന്നില്ല. പുതിയ ക്യാരക്ടർ ഒന്നും കണ്ടില്ല. അതാണ് പറയുന്നത്. ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. F1 ജനറേഷനും കണ്ടില്ല, F2 ജനറേഷനും കണ്ടില്ല. പാരൻറ്റ് എന്താണോ അതേപോലെ തന്നെയാണ് F1ഉം F2ഉം കാണിച്ചത്. അപ്പോൾ ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ് ടൈപ്പ്. Based on the observations of Mendel's experiments, he proposed that something was being stably passed down, unchanged from parent offspring through gametes. അപ്പം എന്താ കണ്ടത്? മെൻഡലിൻ്റെ പരീക്ഷണത്തിൽ എന്താണ് കണ്ടത്? അത് എന്തോ ഒരു സാധനം അല്ലേ അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് കൈമാറുന്നുണ്ട്. അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എന്താണ് ആ വസ്തു അല്ലേ? സംതിങ് സ്റ്റേബ്ലി പാസ്ഡ്. സ്റ്റേബ്ലി എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് കൂടാതെ ഒരു മാറ്റവും സംഭവിക്കാണ്ട്. ഇറ്റ് ഇസ് പാസ്ഡ് ഡൗൺ ഫ്രം ദ പാരന്റ് ടു ദ ഓഫ് സ്പ്രിങ് ത്രൂ ഗാമേറ്റ്സ്. അപ്പോൾ ഗാമേറ്റ്സ് പണ്ട് ഉണ്ടാകുന്ന കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളത്തെ ജീൻസ് അതാണ് കണ്ടുപിടിക്കാതിരുന്നത്. അപ്പം മെൻഡൽ ഈ സംതിങ് പാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആ വസ്തുവിനെ കുറച്ച് അറിയാത്തൊരു സാധനത്തിന് പേരിട്ടു ഫാക്ടേഴ്സ്. അതിനെയാണ് പിന്നീട് ജീൻസ് എന്ന് പേരിട്ടത്. സോ വാട്ട് ആർ ജീൻസ്? ജീൻസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പാരമ്പര്യം അല്ലേ? അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീൻസാണ്. ജീൻസ് വഴിയാണ് പാരമ്പര്യം നിലനിർത്തുന്നത്. സോ ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് കണ്ടെയ്ൻ ദ information for the expression of a particular trait in an organism. അപ്പോൾ ഒരു ജീവിയിൽ ഒരു സ്വഭാവം പ്രകടമാകണമെങ്കിൽ ആ ജീൻസ് ഉണ്ടെങ്കിൽ ആ സ്വഭാവം പുറത്തേക്ക് വരുള്ളൂ. ആ ജീൻസ് വന്നില്ലെങ്കിൽ, അതായത് അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നോ ആ ജീൻസ് വന്നില്ലെങ്കിൽ ആ സ്വഭാവം കാണിക്കില്ല. മനസ്സിലായി? അപ്പോൾ ജീൻസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആ യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസിൽ എന്താണ്, ആ ജീൻസിൽ എന്താണുള്ളത്? ഇൻഫർമേഷൻ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് ദ ക്യാരക്ടർ. ഒരു പ്രത്യേക സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ, ആ പ്രത്യേക ക്യാരക്ടറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ പ്രത്യേക ക്യാരക്ടർ എത്രമാത്രം പ്രകടിപ്പിക്കണം, എത്രമാത്രം എക്സ്പ്രസ് ചെയ്യണം, എത്രമാത്രം കൺട്രോൾ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ ജീൻസിൽ ഉള്ളത്. അപ്പം എന്തൊക്കെ ടേംസ് നമ്മൾ പഠിച്ചു? ജീൻസ് പഠിച്ചു,
ഇൻഹെറിറ്റൻസ്, വേരിയേഷൻ, മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇനി വേറെയും കുറച്ച് ടേംസ്, പിന്നെ ഡോമിനൻറ്റ്, റെസസീവ്, അത് ഓർത്തു വയ്ക്കണം. F1 ജനറേഷൻ, ഫീലിയൽ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. F1, F2. ഇനി നമ്മൾ കുറച്ച് ടേംസ് കൂടി പഠിക്കാനുണ്ട്. ആൻഡ് ദേ ആർ അല്ലീൽസ്. അല്ലീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻസ് വിച്ച് കോഡ് for a pair of contrasting traits are known as alleles. അപ്പോൾ ഒരു ജോഡി ഓപ്പോസിറ്റ് സ്വഭാവങ്ങളെ കോഡ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ആ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, ആ വസ്തുവാണ് ജീൻസ്. ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജീൻ ഉണ്ടെങ്കിൽ, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജീൻ ഉണ്ട്, ആ ജീനിൻ്റെ 2 വ്യത്യസ്ത രൂപങ്ങളാണ് അലീൽസ്. അപ്പോൾ ഒരു അലീൽ കൺട്രോൾ ചെയ്യണത് ടോളും മറ്റൊരു അലീൽ കൺട്രോൾ ചെയ്യണത് ഡ്വാഫുമാണ്. അപ്പോൾ ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, ദേ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. അപ്പോൾ ഒരു ജോഡി വ്യത്യസ്ത സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ജീൻസ്. ജീൻസിൻ്റെ 2 വ്യത്യസ്ത രൂപങ്ങളാണ് അലീൽസ്. എക്സാമ്പിൾ, പൊക്കം, അതിൽ ടോൾ ആൻഡ് ഡ്വാഫ് അലീൽസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ജീനാണ്. ഹോമോസൈഗസ് അലീൽസ്. ദ ഐഡൻറ്റിക്കൽ പെയർ ഓഫ് അലീൽസ് ആർ കോൾഡ് ഹോമോസൈഗസ് അലീൽസ്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, അത് നമുക്ക് ടേമിൽ തന്നെ മനസ്സിലാക്കണം. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം. അപ്പോൾ ഒരു ജോഡി ഒരേപോലത്തെ അലീൽസ്, ഒരു ജോഡി ഒരേപോലത്തെ അലീൽസ്, അതിനെ പറയുന്നതാണ് ഹോമോസൈഗസ് അലീൽസ്. ഇനി എക്സാമ്പിൾ നോക്കൂ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഇങ്ങനെ 2 ക്യാപിറ്റൽ ടിയും ഒന്നിച്ചു വന്നാൽ ടോൾ എന്ന് പറയും, ടോൾ ക്യാരക്ടർ. മറ്റേത് ഗ്യാമേറ്റിലുള്ളത് കാണിക്കണം, ഗ്യാമേറ്റിലാണല്ലോ അത് കാണിക്കണം, ജീൻസ് ഉള്ളത്. അപ്പോൾ ആ ഗ്യാമേറ്റ് എന്താണ് ജീൻസ് ഉള്ളത് അതിനെ കാണിക്കാനാണ് നമ്മളിങ്ങനെ ക്യാപിറ്റൽ ടി എന്ന് പറയുക. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒരു ഗ്യാമേറ്റിൽ കാണുന്ന ജീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണത്. അതായത് സ്പേം ആണെങ്കിലും ഓവ് ആണെങ്കിലും ഇതിൽ ഉള്ള ജീൻസ് അല്ലെങ്കിൽ അലീൽസ് എന്താണ്, ഡോമിനൻ്റ് ആണോ, റെസസീവ് ആണോ, ഒരേപോലെയാണോ, ഡിഫറെൻ്റ് ആണോ, അങ്ങനെ കാണിക്കുന്നത് നമ്മൾ ആൽഫബറ്റ് വഴിയാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അല്ലെങ്കിൽ 2 സ്മോൾ ടി വരാം. അങ്ങനെ. അപ്പോൾ ക്യാപിറ്റൽ ടി എന്താണ്? ടോളാണ്. ക്യാപിറ്റൽ ആർ റൗണ്ടാണ്. ക്യാപിറ്റൽ വൈ എന്താണ്? യെല്ലോ ആണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കാണിക്കുന്നതെല്ലാം ഡോമിനൻ്റ് ക്യാരക്ടേഴ്സാണ്. സ്മോൾ ലെറ്റേഴ്സിൽ കാണിക്കുന്നതെല്ലാം റെസസീവ് ക്യാരക്ടേഴ്സാണ്, പ്രകടമാകാത്ത ക്യാരക്ടേഴ്സാണ്. ഡോമിനൻ്റ് എല്ലാം പ്രകടിപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ്. സ്മോൾ ടി റെപ്രസെൻറ്റ്സ് ഡ്വാഫ്. സ്മോളർ represents wrinkled. Small y represents green. ഇനി അടുത്ത തന്നെ ഹെറ്ററോസൈഗസ് അലീൽസ്. ഹെറ്ററോ മീനിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു ജോഡി കൺട്രാസ്റ്റിംഗ് അലീൽസ് അല്ലെങ്കിൽ ഒരു ജോഡി ഡിഫറെൻറ്റ് അലീൽസ്, ഒരു ജോഡി വ്യത്യസ്ത അലീലുകൾ, അതിനെ പറയുന്നതാണ് ഹെറ്ററോസൈഗസ് അലീൽസ്. അപ്പോൾ നോക്കുക, ക്യാപിറ്റൽ ടി എന്താണ്? ഡോമിനൻ്റ് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഡോമിനൻ്റ് ആണ്. കാരണം എന്താ? അവിടെ സ്മോൾ ലെറ്റേഴ്സിൽ കാണിക്കുന്നതെല്ലാം റെസസീവാണ്, പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്തതാണ്. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ യെല്ലോ ആണ്. ഇനി ഫീനോടൈപ്പ് പറഞ്ഞാൽ എന്താ നോക്കാം.
ഫീനോടൈപ്പ് എന്താണ്? പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ, പുറത്ത് എന്താണോ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് അതാണ് ഫീനോടൈപ്പ് ഓഫ് ദാറ്റ് ഓർഗാനിസം. ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം, ദാറ്റ് ഈസ് ഫീനോടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ടോൾ, ഡ്വാഫ്, റെഡ്. നമ്മൾ കുറേ 7 ക്യാരക്ടേഴ്സ് പഠിച്ചില്ല, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പഠിച്ചു. അതെല്ലാം ഫീനോടൈപ്പാണ്. റെഡ് ഫ്ലവർ, വയലറ്റ് ഫ്ലവർ, റൗണ്ട് സീഡ്, റിങ്കിൾ സീഡ്, ആക്സിയൽ ഫ്ലവർ, എക്സെട്ര. ഇനി ജീനോടൈപ്പ്, ഞാൻ പറഞ്ഞു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ആൽഫബറ്റ്സ് വഴിയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഡോമിനൻ്റ് ആണോ, റെസസീവ് ആണോ, ഹോമോ ആണോ, ഹെട്രോ ആണോ? അപ്പോൾ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം, ഒരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്ത് തരത്തിലുള്ള ജീൻസാണുള്ളത്. സോ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് ദ ജീനോടൈപ്പ്. അപ്പോൾ നോക്കുക ഇങ്ങനെ വരിക, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഇപ്പം നമ്മൾ ടോൾ 2 രീതിയിലുള്ള ജനറ്റിക് മേക്കപ്പ് വരും. എങ്ങനെയൊക്കെയാ? ഇപ്പോൾ ടോൾ ആണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ഈ പറഞ്ഞതുപോലെ. വേറൊരു രീതിയിലും വരും. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു എങ്ങനെ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അതും ഡോമിനൻ്റ് ആണ് അല്ലേ? സ്മോൾ ടി എന്താണ്? റെസസീവ് ആണ്, പ്രകടമാകാത്ത അലീലാണ്. സി, ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് രണ്ടും ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ടോൾ എന്ന ജീനോടൈപ്പാണ്. അപ്പോൾ ജീനോടൈപ്പ് കണ്ടാലേ ശരിക്കും അറിയുള്ളൂ എന്താണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഒരു ഫീനോടൈപ്പ് കണ്ടാൽ നമുക്ക് ജനറ്റിക് മേക്കപ്പ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ F1 F2 ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ദെൻ ഡോമിനൻ്റ് ക്യാരക്ടർ. ഇപ്പം ഡോമിനൻ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ. അതെപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇപ്പം രണ്ടും സെയിം ആയിട്ട് വന്ന് എക്സ്പ്രസ് ചെയ്യും ഓഫ്കോഴ്സ്. പക്ഷേ 2 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഒപ്പം വന്നാൽ, അതായത് ഡോമിനൻ്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും ഒപ്പം വന്നാൽ ഏതാണ് എക്സ്പ്രസ് ചെയ്യുക? ഡോമിനൻ്റ് ക്യാരക്ടർ. അപ്പോൾ വ്യത്യസ്ത അലീൽസ് വരുന്ന കണ്ടീഷൻ എന്താ പറയുക? ഹെറ്ററോസൈഗസ് അല്ലേ? അപ്പോൾ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ, അതായത് 2 ഡിഫറെൻറ്റ് കൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ഒന്നിച്ച് വരുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ, പ്രകടമാകുന്ന സ്വഭാവം, അതാണ് ഡോമിനൻ്റ് ക്യാരക്ടർ. The character which is expressed in heterozygous condition is called dominant character. അപ്പോൾ ഡോമിനൻ്റ് ജീൻ സാധാരണ ഫസ്റ്റ് തന്നെ എഴുതും ക്യാപിറ്റൽ, പിന്നെയാണ് റെസസീവ് അലീൽ എഴുതുക. ഓക്കെ, അപ്പോൾ ദ ഡോമിനൻ്റ് ജീൻ ഇസ് നെയിം ബൈ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡോമിനൻ്റ് ക്യാരക്ടർ ഇൻ ക്യാപിറ്റൽ ഫോം. അപ്പോൾ ജീനിൻ്റെ പേരെന്താണോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഏതാണോ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലാണ് എഴുതുക. കണ്ടോ? ക്യാപിറ്റൽ ടി ഫോർ ടോൾ. ഇനി വരുന്നതാണ് റെസസീവ് ക്യാരക്ടർ. ദ ക്യാരക്ടർ വിച്ച് ഇസ് സപ്രസ്ഡ് ഇൻ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. അതായത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ 2 വ്യത്യസ്ത അലീൽസ് ഒന്നിച്ച് വരുമ്പോൾ പ്രകടമാകാത്ത ക്യാരക്ടർ, ദ ക്യാരക്ടർ വിച്ച് ഇസ് സപ്രസ്ഡ്, ഹിഡൻ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വിത്ത് സ്മോൾ ലെറ്റർ. അപ്പോൾ സ്മോൾ ലെറ്ററിലാണ് ഈ റെസസീവ് ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ഇവിടെ ഡോഫ് ക്യാരക്ടർ ഏതാണ്? സ്മോൾ ടി ആണ്. അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്താണ്? ഡോമിനൻ്റ്, എന്താണ്? ടോൾ തന്നെയാണ്. പക്ഷേ 2 വ്യത്യസ്ത അലീൽസ് ആണ് ഇവിടെ ഉള്ളത്. ബിക്കോസ് ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻ്റ് ആൻഡ് സ്മോൾ ടി ഈസ് recessive, which controls the character dwarf. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നവർക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തറോ ആയ ശേഷം മാത്രം അടുത്ത സ്ലൈഡ്സിലേക്ക് പോയാൽ മതി. അപ്പോൾ നോക്കുക, മോണോ ഹൈബ്രിഡ് ക്രോസ്. ഈ ക്രോസാണ് നിങ്ങൾ ചിത്രം വരയ്ക്കാതെ ആ താഴെ കാണുന്ന ഡിനോഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക.
ഇതിന് ഞാൻ സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ക്രോസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഇപ്പം നോക്കുക, ഹോമോസൈഗസ് ടോൾ ക്രോസ് വിത്ത് ഹോമോസൈഗസ് ഡ്വാർഫ്. ഇത് ആക്ച്വലി ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ നോർമലി ഹോമോസൈഗസ് എന്ന് പറയാറില്ല. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോമോസൈഗസ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് പറഞ്ഞ് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ നമ്മൾ ടോൾ ക്യാരക്ടറിൽ 2 കണ്ടീഷൻസിലും വരുന്നത് കാണണം. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹെട്രോസൈഗസ് ടോൾ എന്ന് എഴുതും. പക്ഷേ ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ ഹോമോസൈഗസ് എന്ന് നോർമലി എഴുതാറില്ല. പക്ഷേ എഴുതിയതുകൊണ്ട് തെറ്റില്ല താനും. അപ്പോൾ ഹോമോസൈഗസ് ടോൾ ക്യാപിറ്റൽ ടി ക്രോസ്, ഹോമോസൈഗസ് ഡ്വാർഫ് സ്മോൾ ടി. അപ്പോൾ ഇതിലെന്താ സർക്കിളിൽ കാണിക്കുന്നത് വെച്ചാൽ അത് ഗ്യാമേറ്റിനെയാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്യാമേറ്റ്, സെക്സലാണ് അല്ലേ. മെയിൽ പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു ഗ്യാമേറ്റാണ്, ഫീമെയിൽ പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു ഗ്യാമേറ്റാണ്. അതിനാണ് ഒരു സർക്കിളിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ സർക്കിളിൻ്റെ അകത്ത് എഴുതുന്നത് നമ്മൾ ഒന്ന് മാത്രം എഴുതണല്ലോ. കാരണം എന്താ, നമ്മൾ ഒരു ക്യാരക്ടറിനെ മാത്രമാണ്, ഒരു ജീനിനെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ജീൻ്റെ ഇൻഹെറിറ്റൻസ് മാത്രമാണ്. ആൻഡ് ഒരു ഗ്യാമേറ്റിൽ എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഹാഫ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, 2 സെറ്റ് ക്രോമസോംസ് ഉണ്ടാവില്ലല്ലോ. സെക്സിൽ ഓൺലി 1 സെറ്റ് ഓഫ് ക്രോമസോംസ് ആർ ദെയർ. ഹാപ്ലോയിഡ് കണ്ടീഷനാണ് അല്ലേ, ഡബിൾ അല്ല, സിംഗിളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഒരു സ്റ്റെം സെൽ വരുമ്പോഴാണത് ഡിപ്ലോയിഡ് കണ്ടീഷനാവുന്നത്. ഒരു സൈഗോട്ട് ആകുമ്പോഴാണ് ഡിപ്ലോയിഡ് കണ്ടീഷനാവുന്നത്. അതായത് അച്ഛൻ്റെന്നും അമ്മയുടെന്നും ക്രോമസോംസ് വരുമ്പോൾ മാത്രമേ അത് 2 സെറ്റ് വരുള്ളൂ. ഇപ്പം അച്ഛൻ്റെ മാത്രം അമ്മയുടെയും മാത്രം ആവുമ്പോഴാണ് സിംഗിൾ സെറ്റ് ആവുന്നത്. അപ്പോൾ ആ സിംഗിൾ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സിംഗിൾ ഒക്കറൻസ് ഒന്ന്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ടീയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ടീനെടുത്ത് പുറത്തിട്ടു. അതേപോലെ ഈ ഡ്വാർഫ് അതിൽ 2 സ്മോൾ ടീ ഉണ്ട്, അതിലൊരു സ്മോൾ ടീ എടുത്ത് പുറത്തിട്ടു. സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കണം, എന്നാലേ ഗ്യാമേറ്റിൻ്റെ അകത്താണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. അത് തീർച്ചയായും മറക്കരുത്. ക്രോസ് ചെയ്യുക, അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അതിൻ്റെ ഫീനോടൈപ്പ് എന്താണ്, ഹെറ്ററോസൈഗസ് ടോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് ക്രോസ് ചെയ്യണം അല്ലേ, സെൽഫ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, സെൽഫ് ക്രോസ് ചെയ്തു. ഈ ഡയമണ്ട് ഷേപ്പിൽ കാണുന്നതിന് പണ്ണറ്റ് സ്ക്വയർ എന്നാണ് പറയുക, പണ്ണറ്റ് സ്ക്വയർ. റെജിനോൾഡ് സി പണ്ണറ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ മുകളിൽ മെയിൽ പ്ലാന്റ് അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറിൻ്റെ ക്യാരക്ടേഴ്സ് എടുക്കും, താഴെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ക്യാരക്ടേഴ്സ് എടുക്കും. അതായത് ഇത് ഒരു സ്ക്വയർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതിപ്പോൾ ഡയമണ്ട് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലും മെയിലോ ഫീമെയിലോ എടുക്കാം, ലെഫ്റ്റ് സൈഡിലും മെയിലോ ഫീമെയിലോ എടുക്കാം, അതേതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് തമ്മിൽ ക്രോസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അഡീഷൻ ടേബിളൊക്കെ ചെയ്യുന്ന പോലെ അത് തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്നതാണ് എണ്ണം. ആ എണ്ണം ആണ് നമ്മൾ റേഷ്യോ എന്ന രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ 100 കണക്കിനുള്ള ചെടികൾ അല്ലെങ്കിൽ 1000 കണക്കിനുള്ള ചെടികളാണ് നമ്മൾ സാധാരണ എക്സ്പെരിമെൻറ്റിന് എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റേഷ്യോൻ്റെ രൂപത്തിലാണ്. ഇനി സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ ഫീനോടിപ്പിക് റേഷ്യോ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ടോൾ ഈസ് ടു ഡ്വാർഫ് 3:1. ഫീനോടിപ്പിക് റേഷ്യോ ഈക്വൽ ടു ടോൾ ഈസ് ടു ഡ്വാർഫ്, ദാറ്റ് ഈസ് 3:1. ഇനി ജീനോടിപ്പിക് റേഷ്യോ എന്താണ്, ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു സ്മോൾ ടി, ദാറ്റ് ഈസ് 1:2:1. അതായത് നമുക്ക് ആ പണ്ണറ്റ് സ്ക്വയർ നോക്കിയാൽ അറിയാം, ക്യാപിറ്റൽ ടി എത്ര എണ്ണം കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം കിട്ടി, എത്ര എണ്ണം ടോളാണ്, എത്ര എണ്ണം ഡ്വാർഫാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ റേഷ്യോ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാൻ ചോദിക്കും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇതാണ് പണ്ണറ്റ് സ്ക്വയർ. ഈ രൂപത്തിലാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യേണ്ടത്. കണ്ടു, ആ ഡയമണ്ട് ഷേപ്പിൽ വരച്ച അതേ സ്ക്വയറാണിത്, പണ്ണറ്റ് സ്ക്വയർ. ഇപ്പോൾ മുകളിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതേമാതിരി സൈഡിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ തമ്മിൽ ക്രോസ് ചെയ്ത് വരുന്ന റിസൾട്ടാണ് ടോൾ 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 ഡ്വാഫ്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 3 ടോളും 1 ഡ്വാഫും, 3:1. മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? ഇപ്പോൾ ഹോമോസൈഗസ് ടോൾ എത്ര എണ്ണം? 1 ഉള്ളൂ. ഹെറ്ററോസൈഗസ് ടോൾ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹോമോസൈഗസ് ഡ്വാഫ്, അത് വെറും ഡ്വാഫ് എന്ന് എഴുതിയാലും തെറ്റില്ല. സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. അപ്പോൾ റേഷ്യോ വന്നു 1:2:1. അപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിവൈസ് ചെയ്യുന്നത്. സൈഡിൽ തന്ന രൂപത്തിൽ തന്നെ വേണം നിങ്ങൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ. ഇതേ രൂപത്തിൽ വേണം പ്രസൻറ്റ് ചെയ്യാൻ. In monohybrid cross, homozygous tall is crossed with homozygous dwarf. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്തു. അതായത് ടോളും ഡ്വാഫും ആയിട്ട് ക്രോസ് ചെയ്തു. ഇൻ F1 ജനറേഷൻ ഓൾ ദ പ്ലാന്റ്സ് വർ ഹെറ്ററോസൈഗസ് ടോൾ. അപ്പോൾ ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? F1 ജനറേഷനിൽ എന്ത് കിട്ടി? ടോൾ തന്നെയാണ് കിട്ടിയത്, ഡ്വാഫ് ഒന്നും തന്നെ കിട്ടിയില്ല. പക്ഷെ എങ്ങനത്തെ ടോളാണ്? ഹോമോസൈഗസ് അല്ല, ഹെറ്ററോസൈഗസ് ടോളാണ് കിട്ടിയത്. ദ F1 പ്ലാന്റ്സ് ആർ ദെൻ സെൽഫ് പോളിനേറ്റഡ്. F1 ജനറേഷനിൽ കിട്ടുന്ന പ്ലാന്റ്സിനെ സെൽഫ് ക്രോസ് ചെയ്തു. സെൽഫ് പോളിനേഷൻ പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ് ഓഫ് ദ ജീനോടൈപ്പ് ടി ആൻഡ് സ്മോൾ ടി ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻസ്. ഇപ്പോൾ സെൽഫ് ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അതായത് ക്യാപിറ്റൽ ടി ഉള്ള ഗാമേറ്റ്സും സ്മോൾ ടി ഉള്ള ഗാമേറ്റ്സും ഒരേ അളവിൽ കിട്ടി, ഒരേ എണ്ണത്തിൽ കിട്ടി. The resultant zygotes have the genotypes capital T, capital T small t and small t small t. അപ്പോൾ അവർക്ക് കിട്ടിയ F2 ജനറേഷനിൽ എന്താണ് കിട്ടിയത്? F2 ജനറേഷനിൽ 3 രീതിയിലുള്ള ഓഫ് സ്പ്രിങ്സ് ആണ് കിട്ടിയത്, 3 രീതിയിലുള്ള സൈഗോട്ടാണ് കിട്ടിയത്, 3 രീതിയിലുള്ള ജീനോടൈപ്പാണ് കിട്ടിയത്. എന്താണ്? ഹെറ്ററോസൈഗസ് ടോൾ, ഹോമോസൈഗസ് ടോൾ ആൻഡ് ഡ്വാഫ്. അപ്പം ഇതിൽ പ്രൊപ്പോർഷൻ മറ്റേ ഫ്രാക്ഷൻ ആയിട്ട് അപ്ലൈ ചെയ്യും. നമ്മൾ പെർസെൻറ്റേജ് കണക്കെടുത്തു, അല്ലെ റേഷ്യോ കണക്കെടുത്തു. ഇനി ഫ്രാക്ഷണലി എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക? അതായത് 1/4 ടോളാണ്, അതായത് ഹോമോസൈഗസ് ടോൾ. 1/2 എന്നതിൻ്റെ പകുതി എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി വീണ്ടും ആ ഭാഗം എത്രയാണ്? സ്മോൾ ടി. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കാ ഭാഗമേ ഉള്ളൂ. ബാക്കി അരഭാഗം ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ അങ്ങനെയാണ് കിട്ടിയത്. 1 ക്യാപിറ്റൽ ടി ഈസ് ടു 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു 1 സ്മോൾ ടി. അതായത് 1:2:1. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താ കിട്ടിയത്? 3 ടോൾ ഈസ് ടു 1 ഡ്വാഫ്, അതായത് 3:1. അപ്പോൾ അതോടെ നമ്മുടെ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു.